മൂന്നാം ബലാത്സംഗ പരാതിയിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിലിൽ ക്രൂരപീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്ന് വിദേശത്തുള്ള പത്തനംതിട്ട സ്വദേശിനി. രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്നും അതിജീവിതമാരെ അപായപ്പെടുത്താൻ സാധ്യതയെന്നും റിമാൻഡ് റിപ്പോർട്ട്. അറസ്റ്റ് നീക്കം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ. അറസ്റ്റ് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കും. രാഹുലിന് പിന്തുണയും സംരക്ഷണവും ഒരുക്കുന്നത് കോൺഗ്രസ് എന്ന് CPM. MLA സ്ഥാനം രാജിവെക്കണമെന്ന് K. സുരേന്ദ്രൻ. അയോഗ്യത പ്രമേയം വന്നാൽ അപ്പോൾ ആലോചിക്കുമെന്ന് VD സതീശൻ. രാഹുലിനെതിരെ പ്രതിഷേധിച്ച് DYFIയും യുവമോർച്ചയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലുള്ള തന്ത്രി കണ്ഠര് രാജീവര് ആശുപത്രി വിട്ടു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി മറ്റന്നാൾ പരിഗണിക്കും. തന്ത്രിയും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് SIT അന്വേഷണം. തന്ത്രിയുടെ വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ ഒരു തെളിവും കണ്ടെത്താനായില്ല. കേരളത്തിൽ BJP മുഖ്യമന്ത്രിയാണ് ലക്ഷ്യമെന്ന് അമിത്ഷാ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിഷ്പക്ഷ അന്വേഷണം നടത്താൻ LDFനും UDFനും കഴിയില്ലെന്നും വിമർശനം. BJP പ്രതിനിധി സമ്മേളനത്തിൽ മിഷൻ 2026 അവതരിപ്പിച്ച അമിത്ഷാ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥികൾ വേണമെന്ന് അമിത്ഷായുടെ നിർദ്ദേശം. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 20-നുള്ളിൽ. ഭക്തിസാന്ദ്രമായ എരുമേലി പേട്ടതുള്ളൽ. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ പേട്ടതുള്ളി. മകരവിളക്കൊരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. സന്നിധാനത്ത് കർശന നിയന്ത്രണം. മകരവിളക്ക് ദിവസം ദർശനം 35,000 പേർക്കും മാത്രം.